അങ്ങനെ ആ രാത്രിയില് കഴുതപ്പുറത്ത് മാതാവിനെയും കൂട്ടി ഔസേ പിതാവ് യാത്ര തുടങ്ങി. നല്ല തണുപ്പുള്ള രാത്രിയായിരുന്നു. മാതാവിനാണെങ്കിൽ പ്രസവ വേദനയും തുടങ്ങി. എന്നിട്ട് ജനസംഖ്യ കണക്കെടുപ്പ് കാരണം പട്ടണത്തിൽ നല്ല തിരക്കായിരുന്നു. ഒരുപാട് സത്രങ്ങളിൽ ഔസേ പിതാവ് വിശ്രമിക്കാൻ സ്ഥലം അന്വേഷിച്ചു. എന്നാ ഒരിടത്തും കിടക്കാൻ ഇടം കിട്ടിയില്ല. അയ്യോ പാവം. അവസാനം പട്ടണത്തിൽ നിന്നും മാറി കുറച്ചു ദൂരെ ഒരു റാന്തൽ വിളക്ക് തൂക്കിയിട്ടിരിക്കുന്ന വീടിന്റെ മുമ്പിലെത്തി. ഔസേ പിതാവ് അവിടെ ആരെയും കണ്ടില്ല. പതുക്കെ ചെന്ന് വാതിലിൽ മുട്ടി. എന്താ അമൽ, ക്ലാസിന്റെ സമയത്താണ് ഉറക്കം? സോറി മിസ്. സൈലൻസ്. Sit down. ശരിയാണമ്മേ, അമ്മലൂട്ടിന് ശേഷം വീണ്ടും. അതെ, ദൈവകൃപ. 2 വട്ടം അബോട്ടായപ്പോൾ കരുതി ഇനി അതിന് ഭാഗ്യമുണ്ടാവില്ലെന്ന്. അമ്മേ, ഞാൻ ഡ്രൈവ് ചെയ്യാമേ. മരിയാനെയും അമ്മലൂനെയും കൂട്ടി ഞാൻ ഞായറാഴ്ച അങ്ങോട്ട് വന്നോളാം. ശരിയമ്മേ, അമ്മ പ്രാർത്ഥിക്കണം. ഓക്കെ, ബൈ ബൈ. ബൈ. Paper, pencil, scissors. Stone, 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 paper, pencil. നിന്റെ പപ്പ വന്നു. എന്നാ പിന്നെ ബാക്കി നാളെ കളിക്കാം. അമൽ, നാളെ വരുമ്പോ നീ നിന്റെ മങ്കിപ്പൻ കൊണ്ടുവരണം. ഓക്കെ. മങ്കിപ്പന്നോ? എവിടെന്നാ അമ്മലൂട്ടത്? ഞാൻ അവളെ പറ്റിക്കാൻ പറഞ്ഞല്ലേ. ഞാൻ ഹോംവർക്ക് ചെയ്യുന്നത് മങ്കിപ്പൻ കൊണ്ടാന്നാ പറഞ്ഞേ. അതവളെ വിശ്വസിച്ചു. മണ്ടി. അമ്മലൂട്ട, മോൻ എന്തിനാ അവളോട് കള്ളം പറയാൻ പോയത്? സോറി പപ്പ. നിക്ക് നിക്ക്, എന്റെ ചോക്ലേറ്റ് എവിടെ പപ്പ? നിന്റെ ചോക്ലേറ്റ്. ഓ വാവ്, ഇന്ന് ഹോം പാക്ക് ആണോ വാങ്ങിയത്? അത് നിനക്ക് മാത്രമുള്ളതല്ല അമ്മലൂട്ട. പിന്നെ ആർക്കാ? അതൊക്കെ ഉണ്ടടാ. പറയൂ പപ്പ, ആരാ അത്? അതൊക്കെ ഉണ്ട് അമ്മലൂട്ട. വീട്ടിലെത്തട്ടെ. എന്താ മോളെ ഇത്? ഈ സമയത്ത് ഭാരം നടക്കാൻ പറഞ്ഞ് അറിഞ്ഞൂടെ? ഏലിച്ചേട്ടത്തിക്ക് വെറുതെ തോന്നുന്നതാ. പണ്ടത്തെ കാലത്തെ പെണ്ണുങ്ങളൊക്കെ പ്രസവിക്കുന്നതിന്റെ തലേന്ന് വരെ നെല്ലൂത്താനും പറമ്പിൽ പണിയെടുക്കാനൊക്കെ പോയിരുന്നില്ലേ? കിടക്കണ കുഞ്ഞ്, പഴയ കാലമൊന്നുമല്ല. മാത്രമല്ല, കുഞ്ഞിന് 2 പ്രാവശ്യം പോയതാ. വളരെയധികം സൂക്ഷിക്കണം. പോരാത്തനിപ്പോ അപ്പുറത്തെ പെണ്ണമ്മച്ചേർത്തി പറഞ്ഞെന്നറിയാമ, ഈ പ്രായത്തിൽ പ്രസവമൊന്നും വേണ്ടെന്നാ പറഞ്ഞത്. എന്നോടും പലരും പറഞ്ഞു ഏലിച്ചേട്ടത്തി, ദൈവം തന്നതായി കുഞ്ഞിനെ. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഞാനിതിനെ വളർത്തും. അമ്മലുകൂട്ടനെ എത്തിയട്ടാ. ആ എലിച്ചേർത്തി പാലെടുത്ത് വെക്കേ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അമ്മേ, അമ്മലൂട്ടാ. അമ്മേ, ദേ ഇത് കണ്ടോ? പപ്പ എനിക്കിന്ന് ഹോം പാക്ക് ആണല്ലോ വാങ്ങി തന്നത്.
ചോദിച്ചപ്പോ പറയാ ഇതെനിക്ക് മാത്രം ഉള്ളതല്ലെന്ന്. ഇവിടെ ആരാ അമ്മ വേറെ വന്നേ? പറയൂ പപ്പ, പ്ലീസ് അമ്മേ. മോനെ, മോനൊരു കുഞ്ഞാവ വരുന്നുണ്ട്. ആ കുഞ്ഞാവയ്ക്ക് വേണ്ടിയുള്ളതാണ് ഈ ചോക്ലേറ്റ്. കുഞ്ഞാവയോ? എവിടെ അമ്മേ? ആഹാ, മോന് കുഞ്ഞാവേനെ അത്രയ്ക്ക് ഇഷ്ടാ. പിന്നെ എന്റെ ക്ലാസ്സിൽ എല്ലാവർക്കും കുഞ്ഞാവുണ്ട്. സായന്തിന് 2 കുഞ്ഞാവ, സിയാന് 3 കുഞ്ഞാവ. കുഞ്ഞാവേനെ അത്രയ്ക്ക് ഇഷ്ടാണെങ്കിൽ ഇതിന്റെ പകുതി കുഞ്ഞാവയ്ക്ക് ഞാൻ കൊടുത്തോളാം കുഞ്ഞാവയ്ക്ക്. എങ്കിൽ താ. അയ്യടി മോളെ, അമ്മയ്ക്ക് ചോക്ലേറ്റ് തിന്നാലുള്ള സൂത്രമല്ലേ? അല്ലട കുട്ട, കുഞ്ഞാവതേ ഇവിടെയാ. അല്ല, കുഞ്ഞുവാക്ക് ഇപ്പഴേ ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കണം അമ്മയുടെ കൂട്ടൻ. ആ, എന്നാ പാല് കുടിക്ക്. പാല് കുടിക്കണ കള്ള. മോന്തേ പാല് കുടിക്കേ. കുഞ്ഞാവ് എവിടെ അമ്മേ? കുഞ്ഞാവ അമ്മയുടെ വയറ്റിലാ. ഇപ്പൊ കുഞ്ഞാവയ്ക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല. അമ്മ കഴിക്കുന്നതാ കുഞ്ഞാവ കഴിക്കുന്നത്. എന്നാ ഈ പാല് കുഞ്ഞാവയ്ക്കുള്ളതാ. അയ്യട മോനെ, ഇത് മോൻ കുടിച്ചാ മതി. അമ്മ നേരത്തെ കുടിച്ചതാ. ഇനി മുതൽ ഞാൻ കഴിക്കുന്നതിന്റെ പകുതി എന്റെ കുഞ്ഞാവയ്ക്കുള്ളതാ. അമ്മ വാതുറക്ക്, ഞാൻ കുഞ്ഞാവയ്ക്ക് പാല് കൊടുക്കട്ടെ. കുഞ്ഞാവേ, കുഞ്ഞാവേ, കുഞ്ഞാവ വിളി കേൾക്കുന്നു അമ്മേ. കുഞ്ഞാവയ്ക്ക് മോനെ കാണാൻ കൊതിയായി. അല്ല അമ്മേ, എന്നാ കുഞ്ഞാവ വരിക? എന്താ ബ്ലൂട്ടാ, എന്റെ സംശയമൊക്കെ തീർന്നോ? പപ്പ പപ്പ, കുഞ്ഞാവ എപ്പോഴാ വരിക? മഴക്കാലൊക്കെ കഴിഞ്ഞ് തണുപ്പ് കാലം വരുമ്പോ കുഞ്ഞാവ് വരും. അപ്പൊ കുഞ്ഞാവയ്ക്ക് തണുക്കൂലേ പപ്പ? അത് നമുക്കേ കുഞ്ഞുവാവേനെ കുഞ്ഞുടുപ്പിടിച്ച് കുഞ്ഞു തൊപ്പി വെച്ച് സോക്സ് ഇടിച്ച് ടർക്കിക്കുള്ളിൽ പൊതിഞ്ഞു കിടത്താട്ടോ. ഉണ്ണീശോനെ കിടത്തിയ പോലെ അല്ലേ അമ്മേ? വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 2-ാം അധ്യായം. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണമെന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. ക്വിരിനിയോ സിറിയയിൽ ദേശാധിപതിയായിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു. പേരെഴുതിക്കാനായി ഓരോരുത്തരും താന്താങ്ങളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലിയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. അവിടെയായിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമടുത്തു. അവൾ തന്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തോട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ശോ, പാവം മാതാവ് അല്ലേ അമ്മേ? എന്നാ മോനെ, ഇനി മാതാവിന്റെ ഒരു പാട്ട് പാടും. നിത്യസഹായമാതേ പ്രാർത്ഥിക്കാം ഞങ്ങൾക്കായി നിൻ മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കാം സ്നേഹനാഥേ. അന്നമോളെ, ഒന്ന് നിന്നേ. നീ അറിഞ്ഞോ? എന്തറിഞ്ഞോന്ന്? എന്റെ പപ്പ ഇന്നലെ വെറും ചോക്ലേറ്റ് അല്ല വാങ്ങി തന്നത്, ഫാമിലി പാക്കാ. ഓ, ചെറുക്കന്റെ ഒരു പത്രാസ്. അതിന്റെ കാരണം എന്താന്ന് ചോദിക്കേ. നിന്റെ പപ്പയുടെ സാലറി കൂടി കാണും. അല്ല അന്നമോളെ, എനിക്കൊരു കുഞ്ഞാവയുണ്ട്, കുഞ്ഞാവയ്ക്ക് കൊടുക്കാനാ. നിന്റെ വീട്ടില് കുഞ്ഞാവയോ? എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ നിന്റെ വീട്ടില്. അതൊക്കെ ഉണ്ട്. കുഞ്ഞാവന്റെ അമ്മയുടെ വയറ്റിലാ. എടാ മണ്ടൂസേ, വയറ്റിന്ന് പുറത്തു വന്നല്ലേ കുഞ്ഞാവെ കാണൂ? അല്ലല്ല, അമ്മയുടെ വയറ്റിലെ വാവയ്ക്ക് ഞാൻ ഇന്നലെ പാലും ചോക്ലേറ്റും കൊടുത്തല്ലോ. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുവാവയ്ക്ക് നീ പാലും ചോക്ലേറ്റും കൊടുത്തുന്നോ? ഒന്ന് പോടാ അവിടുന്ന്. ഞാൻ എന്റെ അമ്മയ്ക്ക് കൊടുക്കും, അപ്പൊ വയറ്റിൽ കിടക്കണ കുഞ്ഞാവയ്ക്കും കിട്ടുമല്ലോ. അതൊക്കെ കുഞ്ഞുവായ്ക്ക് കിട്ടുന്ന നിനക്കെന്താ ഉറപ്പ്? അമ്മയുടെ വയറ്റിൽ തല വച്ചപ്പോ കുഞ്ഞാവയുടെ ഒച്ച കേട്ടല്ലോ. ഈ മഴക്കാലം കഴിഞ്ഞ് തണുപ്പ് കാലം വരുമ്പോ കുഞ്ഞാവ് വരുന്ന പപ്പ പറഞ്ഞേ. ആണോ? എന്റെ അനിക്ക് കുഞ്ഞുവാവ ഉണ്ടായപ്പോ ഞാൻ തൊട്ടു നോക്കി, പഞ്ഞി പോലെ നല്ല രസാ. എന്റെ കുഞ്ഞാവ് വരട്ടെ, ഞാനും തൊടും, നീ നോക്കിക്കോ. എനിക്കും ഒന്ന് എടുക്കാൻ തരണേ.
ചെറുപൂ വിരിയുന്ന കാലം, ഒരു തിരിനാളം തെളിയുന്ന നേരം, ഉള്ളിലൊരാനന്ദം തിരതല്ലുന്നു, വിണ്ണിലൊരാഘോഷം തുടങ്ങുന്നു. എന്റെ അമ്മയുടെ വയറ്റില് കുഞ്ഞാവയാ ശരിക്കും. പൂവിന് പൊന്നുപോ തിളക്കം, മണ്ണിന് മഞ്ഞുപോ തണുപ്പ്, പൂവിന് പൊന്നുപോ തിളക്കം, മണ്ണിന് മഞ്ഞുപോ തണുപ്പ്, മധുരം മധുമയം ഹൃദയം, കാത്തിരിപ്പൂ നിനക്കായി, മധുരം മധുമയം ഹൃദയം, കാത്തിരിപ്പൂ നിനക്കായി. ഓ, ഓ, ഒരു ചെറുപൂ വിരിയുന്ന കാലം, ഒരു തിരിനാളം തെളിയുന്ന നേരം, കൺമുൻപിലെപ്പോഴും നീ മാത്രം, കണ്ണടച്ചാലും നീ മാത്രം, കൺമുൻപിലെപ്പോഴും നീ മാത്രം, കണ്ണടച്ചാലും നീ മാത്രം, കരം നീട്ടുമേതോ നിമിഷം, കരം തൊട്ടു നീ കൂടെ വന്നു, കരം നീട്ടുമേതോ നിമിഷം, കരം തൊട്ടു നീ കൂടെ വന്നു. ഓ, ഓ, പപ്പ, എന്താടാ? കുഞ്ഞാവ എപ്പോഴാ വരിക? കുഞ്ഞാവയ്ക്ക് വേഗം വരൂടാ. അവനോട്ടും കുഞ്ഞാവയ്ക്ക് എന്താ കൊടുക്കുക? ഞാൻ കുഞ്ഞാവയ്ക്ക് പാവയെ കൊടുക്കും. അമ്മ മോനൊരു പാട്ട് പഠിപ്പിച്ചുതരാം. കുഞ്ഞാവ വരുമ്പോ പാടിക്കൊടുത്താ മതി. എനിക്കു കൂട്ടായി ഉമ്മ തരാം
ഉമ്മതരാം നിന്നോമന കവിളുകളെ വാവാ നീ മുത്തേ എനിക്കു കൂട്ടായി ഉമ്മതരാം നിന്നോമന കവിളുകളെ മുത്തേ വാവാ മുത്തേ വാവാ മുത്തേ വാവാ ആ ത്രേസ്യേ ഓ. ദേ അവരെത്തി. ദാ വരുന്നു. ചാട്ടോ ചേട്ടോ സുഖല്ലേ? ആ സാറെത്തിയോ? ഞങ്ങളെല്ലാരും കാത്തിരിക്കുക. ആ ആ അമലുട്ടാ. പാപ്പ കമലൂട്ടാ. വാ മോളെ. അമ്മേ മോളെ സൂക്ഷിച്ച്. ആ മോളെ സൂക്ഷിച്ച്. ആ ത്രേസ്യേ കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. ആ പാടാ. ആ അപ്പൊ ഇവന്റെ കാര്യം എങ്ങനെ? ഇവനെ ഇവിടെ നിർത്തല്ലേ? അയ്യോ അത് വേണ്ട പപ്പ. എത്ര ദിവസത്തെ ക്ലാസ്സാ പോവാ? ആ ആ മാത്രമല്ല അവൻ അടുത്ത ആഴ്ച എന്തോ പരീക്ഷയുണ്ട്. ആ അത് ശരി. ഇതൊക്കെ പോട്ടെ, അവൻ ഇവിടെ നിന്നാലേ ഇവൾക്ക് ഒരു തരി റെസ്റ്റും കൊടുക്കില്ല. അല്ലാ? ഞാൻ ഭയങ്കര ഡീസന്റാ പാപ്പ. ആ ഇവൻ മിടുക്കനല്ലേ, പക്ഷെ അവന്റെ ഭക്ഷണ കാര്യമൊക്കെ അസലായി. ഈ അവസരം അമലോട്ടെ ശരിക്കും ഉപയോഗിക്കും. അതിന് പറ്റിയൊരു പപ്പയും. ഇന്ന് എനിക്ക് ജ്യൂസ് വേണ്ട പപ്പ, ഷേക്ക് മതി. നീ ആള് കൊള്ളാലോടെ കാന്താരി. ആ മോനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓടി വരണം കേട്ടോ. ഓ അതൊക്കെ പറയേണ്ട കാര്യണ്ട. എന്റെ ത്രേസ്യെ അവൻ കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ. അതല്ല, ഓഫീസ് ആവശ്യത്തിന് ദൂരെയുള്ള കറക്കമൊന്നും വേണ്ട കേട്ടോ. ഇല്ല അമ്മേ, അമലോട്ടൻ ഒറ്റയ്ക്കല്ലേ. അമ്മ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ആ അമലോട്ട നമുക്ക് വിട്ടാലോ? അമ്മേ ഞങ്ങളുടെ വരുന്നില്ലേ? അമ്മ കുഞ്ഞാവയുടെ കൂടെ വരാട്ടോ. മോനിപ്പോ പപ്പയുടെ കൂടെ പോണം. എന്നിട്ട് വഴക്കൊന്നും ഉണ്ടാക്കാതെ നല്ല കുട്ടിയായിരിക്കണം കേട്ടോ. ഉം. മോൻ പോയിട്ടു. വാ മോനെ. അതെ, അമലൂട്ടന്റെ കൂടെ അപ്പാപ്പൻ കവല വരെ വരുന്നുണ്ട്. മോന്റെ കൂടെ ഷാർജ ഷേക്ക് കുടിക്കാനുള്ളതല്ലേ? ഇന്ന് അപ്പാപ്പന്റെ ആ, വകയാ വാ ചെലവ്. കേറ്. ആ ഞങ്ങള് പോയിട്ട് വരാം. ആ ആ ആ. മോളെ നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഒന്നുമില്ല അമ്മേ. ജോണി എന്നെ പൊന്നു പോലാ നോക്കുന്നത്. ആ നന്നായി ശ്രദ്ധിക്കണമെന്ന് എല്ലാരും പറയണത്. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പറയണം കേട്ടോ. അമ്മേ, സത്യത്തിൽ എനിക്ക് പേടിയാ. അമലോട്ടിന് ശേഷം 2 അബോട്ടായി. എനിക്കാണെങ്കിൽ അത്യാവശ്യം പ്രായമായി. ഡോക്ടറും എന്നെ അറിയാവുന്നവരും പറയുന്നത് ഇനി റിസ്ക് എടുക്കണ്ടെന്ന. അമ്മ എനിക്കെന്തെങ്കിലും. എന്താ മോളെ ഇത്? നമ്മളൊക്കെ എന്നും മുട്ടിപ്പോയി പ്രാർത്ഥിക്കണവരല്ലേ? ദൈവം തീരുമാനിക്കുന്ന എന്തോ അത് നടക്കും. പിന്നെ മാതാവുണ്ടല്ലോ കൂടെ പ്രാർത്ഥിക്കാനും സംരക്ഷിക്കാനും. മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, എല്ലാം നന്നായി വരും. വാ വന്ന് വേഷം മാറി വലതും കഴിക്കാൻ നോക്ക്. പപ്പ എന്താടാ? എനിക്ക് അമ്മയെ കാണണം പപ്പ. അമ്മ എന്താ വരാത്തെ? ചാറ് തൂക്കിയില്ലേ? പിന്നെ എന്താ അമ്മയ്ക്ക് വന്നാല്? അമ്മ കുഞ്ഞാവനും കൊണ്ടല്ലടാ വരൂ. കുഞ്ഞാവ ഇല്ലാതെ അമ്മ വന്ന നീ പിന്നെ ആരുടെ കൂടെ കളിക്കും? അയ്യോ അത് വേണ്ട, അമ്മ കുഞ്ഞാവേനെ കൊണ്ട് വന്നാ മതി. നമ്മള് വാങ്ങിയ പാവയില്ലേ, വലിയ പാവ. അതുകൊണ്ട് ഞാനും കുഞ്ഞാവേം കളിക്കും. ആ അപ്പൊ കുഞ്ഞാവയ്ക്ക് പാടി കൊടുക്കാൻ പഠിച്ച പാട്ടൊക്കെ മറന്നു അമലൂട്ടാ? ഇല്ലില്ല, എനിക്കത് കാണാ പാടാ. എന്നാ ഒന്ന് പാടിയ അമലൂട്ടാ.
മോനെ കുഞ്ഞാവ. കുഞ്ഞാവയ്ക്ക് വാവാടാ. അമലൂട്ടൻ പ്രാർത്ഥിച്ചാ മതി. എനിക്ക് കുഞ്ഞാവെ കാണണം പപ്പ. വാ. വാവേ വാവാ നീ മുത്തേ എനിക്ക് കൂട്ടായി ഉമ്മ തരാം നിന്നോ മനക്കവിളുകളിൽ മുത്തേ വാവാ മുത്തേ വാവാ ഈശോ തന്നൊരു സമ്മാനം സ്നേഹ സമ്മാനം മുത്തേ നീ വാവാ ഞാൻ കാത്തിരിക്കുന്നു മുത്തേ നീ വാവാ ഞാൻ കാത്തിരിക്കുന്നു വാവാ നീ മുത്തേ എനിക്ക് കൂട്ടായി ഉമ്മ തരാം നിന്നോ മനക്കവിളുകളിൽ മുത്തേ വാവാ മുത്തേ വാവാ
ചെറുപൂ വിരിയുന്ന കാലം, ഒരു തിരിനാളം തെളിയുന്ന നേരം, ഉള്ളിലൊരാനന്ദം തിരതല്ലുന്നു, വിണ്ണിലൊരാഘോഷം തുടങ്ങുന്നു. ഒരു ചെറുപൂ വിരിയുന്ന